എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് IPL-ൽ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് അരങ്ങേറാൻ പോകുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും നേർക്കുനേർ വരുമ്പോൾ കളി തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇരു ടീമുകളെയും സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജീവൻമരണ പോരാട്ടമാണ്. കാരണം മുംബൈയും ബാംഗ്ലൂരും തങ്ങളുടെ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് പരാജയപ്പെട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ഇരുവർക്കും ഇന്ന് ജയിച്ചേ തീരൂ. വാങ്കഡയിലെ പിച്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിംഗിന് സ്വർഗതുല്യമായ പിച്ചാണിത്. ഇവിടെ ടോസ് നേടുന്ന ടീം തീർച്ചയായും പന്തെറിയാനായിരിക്കും തീരുമാനിക്കുക. കാരണം വാങ്കഡയിൽ ചേസിംഗ് അത്രത്തോളം എളുപ്പമാണ്. രാത്രിയിൽ മഞ്ഞ് വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ രണ്ടാമത് പന്തെറിയുന്ന ബൌളർമാർക്ക് പന്ത് ഗ്രിപ്പ് ചെയ്യാൻ പ്രയാസമായിരിക്കും. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നോക്കിയാൽ ഇവിടെ ഫാസ്റ്റ് ബൌളർമാർക്കാണ് സ്പിന്നർമാരെക്കാൾ കൂടുതൽ മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമിലെയും പേസ് പടയുടെ പ്രകടനം ഇന്നത്തെ കളിയിൽ നിർണായകമാകും. ഇനി നമുക്ക് ടീമുകളിലേക്ക് വരാം. മുംബൈ ഇന്ത്യൻസ് നിരയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടണും ചേർന്ന് നൽകുന്ന തുടക്കം മുംബൈക്ക് വളരെ പ്രധാനമാണ്. സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. മധ്യനിരയിൽ തിലക് വർമ്മയും നായകൻ ഹാർദിക് പാണ്ഡ്യയും കരുത്തരായുണ്ട്. ബൌളിംഗിൽ ജസ്പ്രീത് ബുംറയും ട്രെന്റ് ബോൾട്ടും നയിക്കുന്ന പേസ് അറ്റാക്ക് ഏതൊരു ബാറ്റിംഗ് നിരയെയും തകർക്കാൻ ശേഷിയുള്ളതാണ്. പ്രത്യേകിച്ച് ബുംറയ്ക്ക് RCBക്കെതിരെ മികച്ച റെക്കോർഡാണുള്ളത്. ട്രെന്റ് ബോൾട്ട് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തിയാൽ ബാംഗ്ലൂർ വലിയ സമ്മർദ്ദത്തിലാകും. മറുഭാഗത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒട്ടും പിന്നിലല്ല. വിരാട് കോഹ്ലി എന്ന റൺമെഷീൻ തന്നെയാണ് അവരുടെ പ്രധാന കരുത്ത്. വാങ്കഡയിൽ കോഹ്ലിക്ക് 56 എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയുണ്ട്. ഫിൽ സാൾട്ട്, ദേവ്ദത്ത് പടിക്കൽ, രജത് പാട്ടിദാർ എന്നിവരടങ്ങുന്ന ടോപ്പ് ഓർഡർ തകർത്തടിച്ചാൽ മുംബൈ ബൌളർമാർ വിയർക്കും. രജത് പാട്ടിദാർ മുംബൈക്കെതിരെ എപ്പോഴും മികച്ച പ്രകടനം നടത്തുന്ന താരമാണ്. ബൌളിംഗിൽ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും നയിക്കുന്ന നിരയ്ക്ക് മുംബൈയുടെ ബാറ്റിംഗ് കരുത്തിനെ തടയാനാകുമോ എന്ന് കണ്ടറിയണം. കുണാൽ പാണ്ഡ്യയുടെ ഓൾറൗണ്ട് പ്രകടനവും ബാംഗ്ലൂരിന് നിർണായകമാണ്. ചില പ്രധാന താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഇന്ന് കളി മാറ്റാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള പോരാട്ടം. ബുംറ 5 തവണ കോഹ്ലിയെ പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ ദീപക് ചാഹർ ഫിൽ സാൾട്ടിനെതിരെ മികച്ച റെക്കോർഡ് സൂക്ഷിക്കുന്നു. ദേവ്ദത്ത് പടിക്കലിനെ പൂട്ടാൻ മുംബൈയുടെ പക്കൽ 4ഓളം ബൌളർമാരുണ്ട്. ഇത്തരം ചെറിയ പോരാട്ടങ്ങളായിരിക്കും മത്സരത്തിന്റെ ഫലം നിശ്ചയിക്കുക. ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും എന്ന പ്രവചനത്തിലേക്ക് കടന്നാൽ രണ്ട് ടീമുകളും തോൽവിയിൽ നിന്നാണ് വരുന്നതെങ്കിലും വാങ്കഡയിലെ മുൻതൂക്കവും ടീം ബാലൻസും നോക്കുമ്പോൾ ഇന്ന് മുംബൈ ഇന്ത്യൻസ് വിജയിക്കാനാണ് കൂടുതൽ സാധ്യത. മുംബൈയുടെ ഓപ്പണർമാരിൽ ഒരാൾ ഇന്ന് 75 റൺസിന് മുകളിൽ സ്കോർ ചെയ്യുമെന്നും ബുംറയും ബോൾട്ടും വിക്കറ്റുകൾ കൊയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ബാംഗ്ലൂർ നിരയിൽ രജത് പാട്ടിദാറോ കുണാൽ പാണ്ഡ്യയോ സർപ്രൈസ് പ്രകടനം പുറത്തെടുത്താൽ കളി മാറാനും സാധ്യതയുണ്ട്. എങ്കിലും അവസാന വിജയം മുംബൈക്കൊപ്പമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ന് ആര് ജയിക്കും? തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ബാംഗ്ലൂർ തിരിച്ചുവരുമോ അതോ മുംബൈ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ആധിപത്യം തുടരുമോ? നിങ്ങളുടെ പ്രഡിക്ഷനുകൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.